ഇന്ന് നമ്മളൊരു നമ്പർ കേക്കാണ് റെഡിയാക്കുന്നത്. 6 അല്ലെങ്കിൽ 9 രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കേക്കാണ് ഇത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഒരു ഇത്തിരി സമയം വേണം, അതുപോലെ തന്നെ കുറച്ചൊരു ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. ഇതൊരു നമ്പർ കേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു നമ്പർ 6 കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വാനില സ്പഞ്ച് കേക്ക് ആദ്യം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാ കേക്കിനും ബേസായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാനില സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ലാതെയാണ് ഈ 2 കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിൽ ഒരു കേക്ക് 4 മുട്ട അതുപോലെ തന്നെ 1 കപ്പ് മൈദ വരുന്ന അളവിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങനെ 2 കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു 1 കിലോന് 700 ഗ്രാം അല്ലെങ്കിൽ 800 ഗ്രാം ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് റെഡിയാക്കുന്നത്. ഒരു 1,800 ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വലിയ ഒരു കേക്ക് വേണ്ട, ഇത്ര വെയിറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 4 മുട്ട 1 കപ്പ് മൈദ എടുക്കുന്ന സമയത്ത് 3 മുട്ടയ്ക്ക് അല്ലെങ്കിൽ 3/4 കപ്പ് മൈദയൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്കാണിത്. അപ്പോൾ ആദ്യം ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഒരു കേക്കിനെ നമുക്ക് ആദ്യം ഒരു 3 പീസായിട്ട് മുറിച്ചെടുക്കണം. 2 ലെയർ മതി എന്നുണ്ടെങ്കിൽ 2 ലെയർ മതി. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പം ഈ ഒരു കേക്ക് ഞാൻ 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 കേക്കും ഇതുപോലെ ഒരു 3 പീസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കേക്ക് 3 പീസായിട്ട് മുറിച്ചെടുക്കുക. അതേ ലെവലിൽ തന്നെ അതങ്ങ് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. 2 കേക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഒന്നിച്ച് വെക്കണ്ട, രണ്ടും രണ്ടായിട്ട് തന്നെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. നമുക്ക് അല്ലെങ്കിൽ കേക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാകും. കറക്റ്റ് ആ പീസൊക്കെ ലെവലായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 6 റെഡിയാക്കുന്ന സമയത്ത് ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. അപ്പം ഇതും മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ 3 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ കേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരുത്താനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരുത്തിയെടുത്താൽ മതി. അതായത് നമ്മുടെ 6 എന്നുള്ള നമ്പറിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരണമല്ലോ, ആ ഒരു സംഗതി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 പീസും കൂടി നമുക്ക് ഒന്നിച്ച് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആദ്യത്തെ പീസ് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. ഗ്ലാസ്സോ അങ്ങനെ എന്താണോ എളുപ്പമായിട്ടുള്ളത്, അതായത് നന്നായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം. കുക്കി കട്ടറൊക്കെ ഈ വലുപ്പത്തിലുള്ളതുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പാത്രമൊക്കെയാണെങ്കിൽ നന്നായിട്ടൊന്ന് അങ്ങ് തിരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. പെട്ടെന്ന് അങ്ങ് താഴ്ത്തി എടുക്കണ്ട. അങ്ങനെ ആവുന്ന സമയത്ത് ചിലപ്പോൾ കേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇതിൻ്റെ എഡ്ജ് അത്രയ്ക്ക് ഷാർപ്പല്ല. ആ പാത്രം നന്നായിട്ട് അങ്ങ് താഴ്ന്നു കഴിയുന്ന സമയത്ത് ഇതിങ്ങ് പൊക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് മാറ്റി വെക്കാം. അത് ആവശ്യമുണ്ട് കേട്ടോ, ലാസ്റ്റ് ഇത്തിരി ആവശ്യം വരും ഇതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 3ാമത്തെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ മുറിച്ചിട്ടുള്ള കേക്ക് അങ്ങ് വെച്ചെടുക്കുക. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിന് ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയെങ്കിലും ചെയ്യാം. 3 ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇതും അതേ അളവിൽ തന്നെ ആ ഒരു പാത്രം വെച്ച് അങ്ങ് താഴ്ത്തി കൊടുത്തിട്ട് അങ്ങ് പൊക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് കേക്കിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 പീസ് കേക്കും ഒന്നിച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു അറേഞ്ച്മെൻറ്റ് മാറണ്ട, അതുപോലെ തന്നെ ആ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത കേക്കും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 3 പീസിൽ നിന്ന് ഒരു പീസ് അങ്ങ് മാറ്റിയിട്ട് 2 പീസ് ആദ്യം ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പീസ് കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു പീസ് കൂടെ അങ്ങ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. 2ാമത്തെ കേക്കും ആദ്യത്തെ പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ 6 നമ്പർ 6 എന്നുള്ളതിൻ്റെ ആ ഒരു കർവ് കിട്ടണം, അതായത് ആ ഒരു C പോലത്തെ കാര്യം കിട്ടാനായിട്ട് ഈ ഒരു കേക്കിൻ്റെ കുറച്ചങ്ങ് മുറിച്ച് മാറ്റിക്കളയും. അപ്പോൾ ആ കറക്റ്റ് ഒരു C പോലെ അങ്ങ് കിട്ടിക്കോളും. ഒരു കറക്റ്റ് സെൻറ്ററിൽ വെച്ച് മുറിക്കേണ്ട, അതിൻ്റെ ഒരു തൊട്ട് മുമ്പുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ട് അങ്ങ് മുറിച്ച് കളയാം. മുറിക്കുന്ന സമയത്ത് കേക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല, അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ആദ്യം പാത്രം വെച്ചിട്ട് ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഞാൻ ആദ്യം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 6ൻ്റെ നമ്പർ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഈ ഒരു ലെവൽ വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതായത് നമ്മൾ 6 ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവൽ വരുന്ന പോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ ഇത് ഫാസ്റ്റിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്.
മുറിച്ച് കളയുന്ന സമയത്ത് ഒരു രണ്ട് ഭാഗം കറക്റ്റ് അങ്ങ് നോക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇതുപോലെ ഒരു സൈഡും ഒരു ഇത്തിരി അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇത്തിരി കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു 6 എന്നുള്ള നമ്പർ കറക്റ്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് നിൽക്കാൻ പാകത്തിനുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കറക്റ്റ് ഒന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പോലെയായി കിട്ടിയാൽ മതി. ഇതുപോലെയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ 6 എന്നുള്ള നമ്പർ ഏകദേശം റെഡിയായി മുറിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് കേക്ക് ക്രീം ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ളതിൽ നിന്ന് ഇത്രയും കേക്ക് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ക്രീമൊക്കെ തേച്ച് കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ ഒരു 3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപത്തെ കേക്കിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 കപ്പ് വരെ എടുക്കുക. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ക്രീം ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആ ഒരു കേക്ക് ബോർഡിലേക്ക് ഞാനൊരു ഇത്തിരി ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യുക്ക് ഐസിങ് ടിപ്പിൽ ആണ് കേട്ടോ ഞാൻ ക്രീം എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആദ്യത്തെ പീസ് റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ 6 എന്നുള്ള നമ്പറിൻ്റെ അടിഭാഗം, ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇനി ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കുറുക്കി എടുത്തിട്ടൊന്നുമില്ല, ഒന്നങ്ങ് തിളപ്പിച്ച് മെൽട്ടാക്കി എടുത്ത് തണുത്തതിന് ശേഷമുള്ള വെള്ളമാണ്. അത്യാവശ്യം ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് കേക്ക് ഒന്നങ്ങ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കുതിർന്ന് വെള്ളം പോലെ ആവേണ്ട ആവശ്യമില്ല, എന്നാൽ കേക്ക് ഒന്ന് നനഞ്ഞിരിക്കും വേണം, അത്ര മതിയാവും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ആ ഒരു റൗണ്ട് ഭാഗം ഒഴിവാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാനായിട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതല്ല പ്ലെയിൻ ആയിട്ട് തന്നെ മതി, വിപ്പിംഗ് ക്രീമും കേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബട്ടർസ്കോച്ച് സോസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ മുൻപ് ബട്ടർസ്കോച്ച് കേക്ക് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് അളവ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ അളവ് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അത് താല്പര്യമുള്ള പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ നമ്മൾ ചെയ്ത പോലെ ചെറിയ ഫില്ലിങ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ഞാൻ ഇതിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മൾ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ വീഡിയോ മുൻപ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 ലെയർ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ പീസ് വെക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെയാണോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് ബാക്കി ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ബട്ടർസ്കോച്ച് സോസും അതുപോലെ തന്നെ കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് 3ാമത്തെ പീസും വെച്ച് കൊടുക്കുക. മുകൾ ഭാഗത്തായിട്ട് ഷുഗർ സിറപ്പ് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകൾ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിപ്പിംഗ് ക്രീം മാത്രം മതി. അതിൻ്റെ മുകളിലേക്ക് സോസും നട്ട്സും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്കും കൂടെ ക്രീം തേച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് വേണ്ട കേട്ടോ, ലാസ്റ്റ് എല്ലാം കൂടെ ചെയ്ത് വരുന്ന സമയത്ത് മതി. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിപ്പോയി. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആവുന്ന സമയത്ത് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ക്രീമൊക്കെ കയ്യിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ പീസ് ഇതുപോലത്തെ കേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്നങ്ങ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഇത്തിരി ക്രീം മുകളിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സോസ് നട്ട്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഓരോ പീസും അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ 6 എന്നുള്ള നമ്പറിലേക്ക് വരികയാണ് കേട്ടോ. ഓരോ പീസ് കേക്ക് വെക്കുമ്പോഴും ഷുഗർ സിറപ്പിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. സെപ്പറേറ്റ് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നത് ആ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 3 പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കർവ്, ആ 6 ഇങ്ങനെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആദ്യത്തെ പീസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നോക്കുക, ആ ഒരു 6 എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ സ്ഥാനം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, ക്രീം ആക്കി കൊടുക്കുക, പിന്നെ നമ്മുടെ സോസ് അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്.
അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തു വെക്കുക. അപ്പോൾ ഞാൻ 3 പീസ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന സമയത്ത് ക്രീം മാത്രം മതി കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ കാരമൽ സോസും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി മൊത്തത്തിൽ നമ്മളെ കേക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തിൽ നന്നായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ക്യുക്ക് ഐസിങ് ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് അങ്ങ് ഷേപ്പാക്കി എടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് ഷേപ്പാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളം കുറച്ച് അടുത്ത് വെച്ചിട്ട് അതിലൊന്ന് ആ കത്തി അങ്ങ് മുക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിലാക്കി എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം കഴിയുന്ന പോലെയൊക്കെ അങ്ങ് ഷേപ്പാക്കി എടുക്കുക. കാരണം ഈ ഒരു 6 എന്നുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്ക്രേപ്പറൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് വലിച്ചു കൊടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കഴിയുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 6 ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി സമയം എടുക്കുന്നുണ്ട് എനിക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അതല്ല സമയമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. 32 നോസിലാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ഒരു ഇത്തിരി ഓറഞ്ച് കളർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കളർ കിട്ടാനായിട്ട് ഒരു ഇത്തിരി ചുവപ്പും അതുപോലെ തന്നെ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓറഞ്ച് കളർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ പൂവായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്യുന്ന രീതിയിൽ എത്രയ്ക്ക് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അടുപ്പിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 6 നമ്പറിൻ്റെ ചുറ്റിലും മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം. അടിഭാഗത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചെറുതായിട്ട് പ്രസ് ചെയ്യുന്നതായിരിക്കും കാണാനായിട്ട് ഭംഗിയുണ്ടാവുക. ഈ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ തുടക്കത്തിൽ ഇത്തിരി വലുതായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ചെറുതായിട്ട് മൊത്തത്തിൽ അങ്ങ് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 32 നോസിൽ കൊണ്ട് തന്നെയാണ് കേട്ടോ അടിയിലും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു വൈറ്റ് ഡോട്ട് കൊടുക്കുക. അതായത് വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ ഒരു ഐസിങ് ബാഗിൽ എടുത്തിട്ട് 3 എന്നുള്ള നോസിലാണ് 3 നമ്പർ നോസിൽ എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ഡോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ, നിർബന്ധമൊന്നുമില്ല. അത് ഓരോരുത്തർക്ക് ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആവുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും, ഇടയിലൂടെ ഒരു ഇത്തിരി ഇങ്ങനെ കാണുന്ന സമയത്ത്. അതുപോലെ തന്നെ ആ ഒരു 3 നമ്പർ നോസിൽ വെച്ചിട്ട് ഒരു ഇത്തിരി ഗ്രീൻ കളറിൽ ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയിലൂടെ കുറച്ച് അങ്ങ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കാണാൻ ഭംഗി. ഒരുപാട് വലുതായിട്ടല്ല, ഇടയ്ക്ക് ഒന്നിടവിട്ട് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഓരോന്നിൻ്റെ ഇടയിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് വലുതാക്കണ്ട, ചെറിയ ഡോട്ടാക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഫുൾ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ആ ഒരു ഗ്രീൻ കളറിലും ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഒരു ഫിനിഷിങ്ങിലായി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ സ്പ്രിങ്കിൾസോ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഷുഗർ പേൾസ് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്, എഡിബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് കുത്തി നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ മതിയിട്ട്, നിർബന്ധമൊന്നുമില്ല. കാണാനുള്ളൊരു ഭംഗിക്ക് ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കടിച്ച് പൊട്ടിക്കുന്ന ഒരു മാലമുത്തൊക്കെ കഴിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക, ഒരു ഇത്തിരി മധുരം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മൊത്തത്തിൽ സൈഡ് ഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. ഒരു ഇത്തിരി കളർഫുൾ വെർമസില്ലി എടുത്തിട്ടുണ്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാനായിട്ട്, ഒരുപാടൊന്നും വേണ്ട. ഒരു ഇത്തിരി അവിടെ ഇവിടെ ഇങ്ങനെ തെറിച്ച് കിടക്കുന്ന രീതിയിൽ ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട്, പുറത്തേക്കൊന്നും ആവുന്ന രീതിയിലല്ല, ഒരു ഇത്തിരി അവിടെ ഇവിടെ ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോ 700 ഗ്രാമാണ് കേട്ടോ. 1,700 വരുന്നത്. ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്പറിലുള്ള 6 നമ്പറിലുള്ള കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് മുറിച്ച് കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ റെഡിയാക്കുന്ന പോലത്തെ കേക്ക് തന്നെയാണിത്, പക്ഷേ ആ ഒരു നമ്പർ കേക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. അതുപോലെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം കൂടെ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്